Hey everyone, welcome to another video. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചായ തിളക്കുന്ന നേരം കൊണ്ട് എങ്ങനെ ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. വെറും 3 ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു കൊട്ട നിറയെ പലഹാരം തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ചാൾ മാത്രമേ ഉള്ളെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറം വശമുള്ള തൊലി ഒരു പീലർ കൊണ്ടോ ഒരു കത്തി കൊണ്ടോ ചെത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഷേപ്പിൽ നീളത്തിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു കട്ടിയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയതാകാൻ പറ്റൂല, ഭയങ്കര തിന്നാവുന്ന ടൈം നമ്മളെ കോട്ടിങ് ഇതിൽ പിടിക്കൂല. അപ്പോൾ അതേപോലെയുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വെറുതെ കഴിക്കാനോ ചായക്കൊപ്പരമൊക്കെ കഴിക്കാനോ നല്ല രുചിയാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കളർ ചേഞ്ച് ആയി പോവല്ലോ പൊട്ടാറ്റോൻ്റെ, അതുകൊണ്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, 3 പൊട്ടാറ്റോയും നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3/4 കപ്പോളം മൈദ മാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അഥവാ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ അതില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇപ്പം ബേക്കിംഗ് പൗഡറും ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം ജിഞ്ചർ പൗഡറൊക്കെ കിട്ടുന്നില്ലേ, അത് ചേർത്ത് കൊടുത്താലും അത് നിങ്ങളെ കൈമിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് എല്ലാം നല്ല യോജിച്ച് വരുന്ന വിധത്തിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടുള്ളതിലാണ് വേണ്ടത്. ഭയങ്കര ലൂസായാൽ നമ്മളെ ഉരുളക്കിഴങ്ങിൽ ഈ കോട്ടിങ് പിടിച്ച് കിട്ടൂല, ഈ ബാറ്റർ പിടിച്ച് കിട്ടൂല. അതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയും ഒരു 1/2 കപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ മൈദ ഒക്കെ ഇതിൽ നന്നായി മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമുക്ക് മെഷർമെൻറ്റ് കപ്പ് എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ 1/4 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഉപ്പിനും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തോളൂ കേട്ടോ. മൈദ എവിടെയെങ്കിലും കട്ട പിടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നന്നായി ഉടച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്പൂൺ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, വിസ്കൊക്കെ എടുത്താൽ കട്ടയൊന്നും കുത്താണ്ട് എളുപ്പത്തിൽ നല്ല യോജിച്ച് വരും. അപ്പോൾ നമ്മളെ മാവ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു ഉപ്പ് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഓൾറെഡി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 നുള്ളു ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരം. നല്ല പുറത്തൊക്കെ ക്രിസ്പിയായി നല്ല ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും. അകത്ത് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ആയിട്ട് ചെറിയ പീസസായി നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. എടുത്തെടുത്ത് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മഴത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നമ്മൾ ഓരോ പൊട്ടാറ്റോ ആയിട്ട് നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഈ മൈദമാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈദയിലേക്ക് നല്ല കോട്ടിങ് വരുന്ന വിധത്തിൽ ആക്കി കൊടുക്കുക. ഇപ്പം കണ്ടോ, നല്ല മൈദയൊക്കെ എല്ലായിടത്തും നല്ല ആ പൊട്ടാറ്റോൻ്റെ പീസിൽ നല്ല പിടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തതും കൂടി കാണിക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്നെടുത്ത് ഇതേപോലെ നല്ല കറക്കി ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമ്മൾ നേരെ മൈദ മാവിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മൈദ മാവിലേക്ക് ഇട്ടതിന് ശേഷം പൊടി അതിൻ്റെ മേത്തോട്ടേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളത് തിരിച്ചിട്ട് പിന്നെയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആക്കിയാൽ വേഗം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ആ ബാറ്ററും മൈദയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു 10 പീസോളം നമുക്ക് ചെയ്തെടുക്കാം. അല്ലാണ്ട് എല്ലാം കൂടി ഒപ്പരം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോവും.
ആ ക്രിസ്പിനെസ് ആ ടെക്സ്ചറൊന്നും നമുക്കപ്പോൾ കിട്ടൂല. അപ്പോൾ ഓരോ വട്ടം പൊരിക്കുന്നതനുസരിച്ച് ഓരോ വട്ടം ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പാനിലേക്ക് പാനിൻ്റെ പകുതി ഭാഗം വരുന്നത് വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആ ഓയിലൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പം കാണുന്നില്ലേ, ഓയിൽ നല്ല ബബിളിയായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് വെച്ച് ഈ പൊട്ടാറ്റോൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടൈം ഓയിലിൻ്റെ കളറ് മാറുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ഈ മൈദ ചേർത്തുകൊണ്ട് ആ മൈദൻ്റെ കളറ് വരുന്ന ടൈം ഓയിൽ ഇങ്ങനെ യെല്ലോ കളർ ഒരു വൈറ്റ് കളർ പോലെല്ലാം ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് നേരെ ലോ ഫ്ലെയിമിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് കുറച്ച് സമയം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ മറിച്ചിടുന്നത് നല്ല ഇത് കാണുമ്പോൾ എനിക്കൊന്ന് എടുത്ത് കഴിക്കാൻ തോന്നുന്നു. അതിന് നമ്മളിത് കണ്ടോ, അടുത്തതും മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡും നന്നായി ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. നമ്മൾ ഇത് പൊട്ടാറ്റോ ആയതുകൊണ്ട് വേഗം തന്നെ എടുക്കുന്ന ടൈം അതിൻ്റെ അകത്ത് വെന്ത് പോകാണ്ട്, നമ്മൾ ഇതിൻ്റെ മുന്നേ വേവിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് വെന്ത് പോകാണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഓരോ സൈഡും നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിനെസ് ആയിട്ട്. ഇനി നമ്മൾക്ക് അടുത്ത ബാറ്ററും കൂടി ഇടാം. ഇത് കുറേ ബാറ്റർ ഇടാനുള്ളതുണ്ട് കേട്ടോ. 3 പൊട്ടാറ്റോ എടുക്കുമ്പോൾ തന്നെ കുറേ ബാറ്റർ ഇടാനുള്ള അത്ര ഉണ്ട്. കുറേ പൊട്ടാറ്റോൻ്റെ പീസസ് നമ്മൾ നേരെയായി മുറിക്കുന്നതുകൊണ്ട് കുറേ പൊട്ടാറ്റോൻ്റെ പീസും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. 2 സൈഡും ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ കോരി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളെ ഈ സ്നാക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായൻ്റെ ഒപ്പരൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമാണ്. എന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അതിൻ്റെ പുറം വശമൊക്കെ കാണുമ്പോൾ നമ്മളെ ഫ്രൈഡ് ചിക്കനൊക്കെ പോലെ തോന്നില്ലേ. നല്ല ക്രിസ്പിനെസ്സാണ്. സൗണ്ട് ഒന്ന് കേട്ടോക്കെ നിങ്ങൾ. കണ്ടോ, നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിങ്ങനെ സോസിൽ മുക്കി എടുത്തതിന് ശേഷം ഒരു കടി കടിക്കുക. ഞാൻ കടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഉൾവശം. കണ്ടില്ലേ, എന്താ ഭംഗിയല്ലേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന വിധത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.